കാനഡയുടെ ജീവിത നിലവാരം ലോകരാജ്യങ്ങളുടെ ഇടയിൽ 4-ാം സ്ഥാനം നേടിയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം നടന്ന സർവേയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. ഓൺട്രപ്രണർഷിപ്പ്, സോഷ്യൽ ലൈഫ്, എജിലിറ്റി, ഇങ്ങനെ പല മാനദണ്ഡങ്ങളുമായിരുന്നു. അതിലെ പ്രധാന ഘടകം എന്ന് പറയുന്നത് US സർവേ ഏജൻസിയാണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടത്. കനേഡിയൻ രാഷ്ട്രീയത്തിൽ പല മാറ്റങ്ങളും കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലെ പ്രധാന ഒരു കാര്യമായിരുന്നു ഗവൺമെൻറ്റിൻ്റെ മുന്നോട്ടുള്ള ഭരണം എത്ര നാൾ തുടരും എന്നുള്ളത്. നോൺ കോൺഫിഡൻസ് വോട്ട് കഴിഞ്ഞ ദിവസം ഹൗസ് ഓഫ് കോമൺസിൽ നടന്നു. അതിൽ 175 വോട്ട് നേടി ജസ്റ്റിൻ ട്രൂഡോ അധികാരത്തിൽ തുടരുന്നു. 152 വോട്ടാണ് എഗെയിൻസ്റ്റ് ആയിട്ട് വന്നിരുന്നത്. ഇനി ഉടനെ ഇലക്ഷൻ ഉണ്ടാവില്ല. ഇനി ഇലക്ഷൻ 2025 അവസാനമോ 2026 ആദ്യമോ ആയിരിക്കും. അങ്ങനെ പല രാഷ്ട്രീയ മാറ്റങ്ങളും നടന്നുകൊണ്ടേയിരിക്കുന്നു. കാനഡയിലെ എല്ലാ പാർട്ടികളും സജീവമായിട്ട് ഇപ്പോൾ പ്രവർത്തനത്തിലാണ്. പുതിയ ഇലക്ഷന് വേണ്ടിയുള്ള ഒരുക്കങ്ങളിലാണ് അവർ. കൺസർവേറ്റീവ് പാർട്ടി, അതോടൊപ്പം തന്നെ ന്യൂ ഡെമോക്രാറ്റിക് പാർട്ടി, ക്യൂബക്കിലെ ബ്ലോക്ക് പാർട്ടി, ഗ്രീൻ പാർട്ടി, എല്ലാ പാർട്ടികളും വളരെയധികം സജീവമായിട്ട് രംഗത്തുണ്ട്. ഇനിയും ജസ്റ്റിൻ ട്രൂഡോ അധികാരത്തിൽ എത്തുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. കഴിഞ്ഞ ദിവസത്തെ വോട്ട് കാണിക്കുന്നു പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിന് വീണ്ടും പിന്തുണ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇമിഗ്രേഷനിൽ വിവിധ മാറ്റങ്ങളാണ് ഈ ദിവസങ്ങളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് പല മാറ്റങ്ങളും ബഹുമാനപ്പെട്ട ഇമിഗ്രേഷൻ മിനിസ്റ്റർ മാർക്ക് മില്ലർ പുറപ്പെടുവിക്കുകയുണ്ടായി. അതിൻ്റെ കുറച്ച് ഫോളോ അപ്പ് അപ്ഡേറ്റ്സും ഇപ്പോൾ വന്നിട്ടുണ്ട്. ആ സമയത്ത് പറഞ്ഞിട്ടുള്ള ഒരു പ്രധാന കാര്യമായിരുന്നു ലോ വേജ് ടെമ്പററി വർക്കേഴ്സിൻ്റെ ഹയറിങ് നിജപ്പെടുത്തും എന്നുള്ളത്. അതിൽ ലോ വേജ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ എന്തെന്നുള്ള ഒരു കാര്യം സ്പെസിഫൈ ചെയ്തിട്ടില്ലായിരുന്നു. ഈ കഴിഞ്ഞ ദിവസത്തെ ഒരു വിജ്ഞാപനത്തിൽ അതിൻ്റെ ഒരു ചെറിയ മാനദണ്ഡം പുറത്തുവിട്ടിട്ടുണ്ട്. പ്രധാനമായിട്ടും ക്യൂബക്കിലോട്ടുള്ള ഒരു വിജ്ഞാപനത്തിലാണ് അത് വന്നിരിക്കുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ന്യൂസിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ വായിച്ച് മനസ്സിലാക്കിയ ശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ പ്രൊസീഡ് ചെയ്യാവുന്നതാണ്. കാരണം ഞാൻ മറ്റൊന്നുമല്ല പറയുന്നത്, നിങ്ങൾ കാര്യങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കുക, അതിന് ശേഷമുള്ളൂ ഒരു തീരുമാനം എടുക്കാവുള്ളൂ. കഴിഞ്ഞ ദിവസമൊക്കെ ലൈവ് സെഷനിലൊക്കെ ഞാൻ വന്നപ്പോഴേക്കും പലരും പറയുന്നുണ്ടായിരുന്നു പലരും ഏജൻസിനാൽ ചതിക്കപ്പെട്ടു എന്ന് ഉള്ളത്. എന്നാൽ നമുക്കറിയാം, നമ്മൾ എല്ലാ കാര്യങ്ങളും, പ്രത്യേകിച്ചും സ്റ്റഡി വിസയ്ക്ക് കാനഡയ്ക്ക് വരുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റ് വരുന്നവരാണെങ്കിലോ ഒക്കെ കാര്യങ്ങൾ വ്യക്തമായിട്ട് നിങ്ങൾ തന്നെ വായിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. പ്രത്യേകിച്ചും സ്റ്റുഡൻസ് ആയിട്ടൊക്കെ ഇങ്ങോട്ട് വരുന്നവർ IELTSൽ അവർക്ക് പ്രാവീണ്യമുള്ളവരാണ്, ഇംഗ്ലീഷ് പ്രാവീണ്യമുള്ളവരാണ്. അവർ തന്നെ വായിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറയുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് വിലക്കെടുക്കേണ്ടതില്ല. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക. ചുരുക്കി കാര്യങ്ങൾ പറയുകയാണെങ്കിൽ, കാനഡയിലെ മിനിമം വേജസ് ഇപ്പോൾ ഒണ്ടാരിയോയിലാണെങ്കിൽ ഇപ്പോൾ $17 വരുന്നത്. മറ്റ് പ്രൊവിൻസുകളിൽ പല വേജസ് ഉണ്ട്. അതല്ല നമ്മുടെ ഈ ലോ വേജ് എന്ന് പറയുന്നത്. ലോ വേജ് കാറ്റഗറിയിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് $28 താഴോട്ട് വരുന്ന ജോലികൾ മണിക്കൂറിൽ, ആ ജോലികളെ ആയിരിക്കാം ഇനിയിപ്പോൾ മുന്നോട്ട് ലോ വേജ് ആയിട്ട് കണക്കാക്കുന്നത്. അതിന് മുകളിലോട്ടുള്ള എമൗണ്ട് കിട്ടുന്ന ജോലികൾ അവർക്കായിരിക്കും ഇനിയിപ്പോൾ LMIA കൊടുക്കാൻ സാധ്യത എന്നാണ് വിജ്ഞാപനത്തിൽ പറഞ്ഞു വയ്ക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അപ്പോൾ നിങ്ങൾ സ്റ്റുഡൻസ് ആയിട്ട് ഇവിടെ നിൽക്കുന്നവരാണെങ്കിലോ ഇനിയിപ്പോൾ LMIക്ക് അപ്ലൈ ചെയ്ത് മുന്നോട്ട് ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാനൊക്കെ ഉള്ളവർക്കാണെങ്കിലും ഹയർ ജോലികൾക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് തീർച്ചയായിട്ടും. എങ്കിലേ ഉള്ളൂ നമുക്ക് അത് അപ്രൂവ് ആവുകയുള്ളൂ. അതോടൊപ്പം തന്നെ നാട്ടിൽ നിന്നൊക്കെ ആണെങ്കിൽ ഈ പാക്കിംഗ് ജോലി, സാധാരണ ജോലികൾക്ക് വേണ്ടി LMIA തരാമെന്നും പറഞ്ഞ് പലരും കബളിക്കപ്പെടുന്നുണ്ട്. അവരൊക്കെ മനസ്സിലാക്കിയെടുക്കേണ്ട ഒരു പ്രധാന കാര്യമാണിത്. ലോ വേജ് കാറ്റഗറിക്ക് ഇനിയിപ്പോൾ LMIA കിട്ടില്ല. ലേബർ മാർക്കറ്റ് ഇമ്പാക്റ്റ് അസസ്മെൻ്റ് എന്നാണ് ഇതിന് പറയുന്നത്. അത് ഇനി ക്ലിയർ ആവില്ല. അത് കാരണം വളരെ ശ്രദ്ധിച്ച് തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുക. എന്നാൽ ചില കാറ്റഗറികൾക്ക്, പ്രത്യേകിച്ചും ഹെൽത്ത് കെയർ, കൺസ്ട്രക്ഷൻ, ഇങ്ങനെയുള്ള മേഖലകളിലൊക്കെ ഈ 20% തന്നെ മുന്നോട്ട് തുടരുമെന്നാണ് അതിൽ വിജ്ഞാപനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് 10% വർക്ക് ഫോഴ്സിൻ്റെ എന്നുള്ളത് 20% മുൻപുള്ള ആ സംഖ്യയിൽ തന്നെ തുടരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നേഴ്സസിന്, കെയറേഴ്സ് ഇങ്ങനെയുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് പൂർണ്ണമായിട്ടത് അടഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ് ഒരു പരമാർത്ഥം എന്ന് പറയുന്നത്. നമുക്കിനി മറ്റു വാർത്തകളിലേക്ക് കടന്നു കഴിയുമ്പോഴേക്കും കാനഡയിലെ ഇപ്പോഴത്തെ വെതർ നോക്കുകയാണെങ്കിൽ വളരെ നല്ല വെതറാണ്. ഇപ്പോൾ ഈ ഫോളിലെ ഒരു ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 13 ഡിഗ്രി മുതൽ 27 ഡിഗ്രിയൊക്കെ വരെയാണ്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഫോൾ കളേഴ്സൊക്കെ കാണാൻ വേണ്ടി ഇതിലേക്ക് വെറുതെ നമ്മുടെ ഈ ടൊറൻറ്റോ ഏരിയയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ കണ്ട കാഴ്ചകളൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നിരവധി ആളുകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണിത്. കാനഡയിലെ ഇപ്പോഴത്തെ എംപ്ലോയ്മെൻറ്റ് റേഷ്യോ നോക്കിക്കഴിയുമ്പോഴേക്കും അൺഎംപ്ലോയ്മെൻറ്റ് ഇപ്പോൾ 6.4 എത്തിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ 6.6 ആയിട്ട് തന്നെ തുടരുന്നുണ്ട്. അപ്പോൾ
പലരും ജോലികൾക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നാൽ കുറേ ആളുകൾക്കൊക്കെ കിട്ടുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തെ ലൈവ് സെഷനിൽ നമ്മുടെ ഒരു ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റായിട്ട് ഇവിടെ വന്നയാൾ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. ലൈവ് സെഷൻ നിങ്ങൾ കാണുവാണെങ്കിൽ പല ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. വെള്ളിയാഴ്ചകളിലാണ് ലൈവ് സെഷൻ നടക്കുന്നത്. അതിൽ നിങ്ങൾ നേരിട്ട് പങ്കെടുക്കുക. ഇതിന് മുമ്പിലത്തെ ആഴ്ച നമുക്ക് ഒരു RCC ആയിട്ട് ഉള്ള അഭിമുഖം ഉണ്ടായിരുന്നു. അതിൽ പല കാര്യങ്ങളും പറയുകയുണ്ടായി. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. കാരണം എല്ലാ ആഴ്ചകളിലും പല അപ്ഡേറ്റ്സും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഇതൊരു വർത്ത് തന്നെയായിരിക്കും നിങ്ങൾക്ക്. മുന്നോട്ട് കാനഡയ്ക്ക് വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിലോ അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കുന്നവരാണെങ്കിലോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. അതോടൊപ്പം തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മളെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് തീർച്ചയായിട്ടും. പിന്നെ കാനഡയിൽ PR വന്നിട്ടുള്ളവർക്ക് വേണ്ടിയുള്ള കുറേ ഇൻഫർമേഷൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കുറേ കോഴ്സുകളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാവുന്നതാണ്. അങ്ങനെ ജോലികൾക്ക് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ ജോലി സാധ്യത കൂടി വരുന്നതാണ്. അതോടൊപ്പം തന്നെ നമുക്ക് ഫസ്റ്റ് എയ്ഡ് CPR, സെക്യൂരിറ്റി ട്രെയിനിങ്, ഫുഡ് ഹാൻഡ്ലർ, ഫുഡ് സർവീസ് വർക്കർ, ഇങ്ങനെയുള്ള കോഴ്സുകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. അതിലൊക്കെ പങ്കെടുക്കുമല്ലോ. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് റെഫ്യൂജി ക്ലെയിം ചെയ്യുന്നതിൻ്റെ അഥവാ അഭയാർത്ഥിത്വം സ്വീകരിക്കാൻ വേണ്ടി അപേക്ഷ കൊടുക്കുന്നതിൻ്റെ ഒരു വാർത്ത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു ഫോളോ അപ്പാണിത്. ഈ കഴിഞ്ഞ ദിവസം മിനിസ്റ്റർ മാർക്ക് മില്ലർ പല കാര്യങ്ങളും ഇതേപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ടായിരുന്നു. കാനഡയിലേക്ക് എത്തുന്ന സ്റ്റുഡൻസ് അവരുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പ്രൂവ് ചെയ്ത ശേഷവും അതോടൊപ്പം തന്നെ ഇവിടെ വന്ന ശേഷം അവർ പഠനത്തിന് ശേഷം തിരിച്ചു പോകാമെന്നുള്ള ഒരു എഗ്രിമെൻറ്റിൻ്റെ പ്രകാരവുമാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അതിനുശേഷം എന്തുകൊണ്ട് അവർ അസൈലം സീക്ക് ചെയ്യുന്നു അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഭയാർത്ഥിത്വം ക്ലെയിം ചെയ്യുന്നു എന്ന് അദ്ദേഹം പ്രസ്സിനോട് ചോദിക്കുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം. ആരാണ് യഥാർത്ഥത്തിൽ അഭയാർത്ഥിത്വം ക്ലെയിം ചെയ്യുന്നത്? നമുക്കറിയാം, വിവിധ രാജ്യങ്ങളിൽ ഇപ്പോൾ യുദ്ധ സംഘർഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ പ്രകൃതി ദുരന്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, മതപീഡനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരൊക്കെയാണ് കാനഡയിലെത്തി ഇവിടെ വന്ന ശേഷം അവർക്ക് അഭയാർത്ഥിത്വം ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മുന്നോട്ട് ഇറങ്ങി കഴിയുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് അപ്രൂവ് ആകാം, അപ്രൂവ് ആകാതിരിക്കാം. അപ്രൂവ് ആയില്ലെങ്കിൽ നമുക്ക് ഈ കഴിഞ്ഞ ദിവസത്തെ റിപ്പോർട്ട് ഞാൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും 2022 സംഖ്യ ഡിപ്പോർട്ടേഷൻസ് നടന്നിരിക്കുന്നത് 8300 പേരെയാണ്. 2023 15,000 പേരെയാണ് ഇവിടുന്ന് ഡിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ സംഖ്യ ഏകദേശം ഓരോ ദിവസവും ഇങ്ങനെ കൂടിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ നേരായ വഴികളിലുള്ള കാര്യങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും. കാരണം ഇവിടുത്തെ ക്ലെയിമൊന്നും അപ്രൂവ് ആയില്ലെങ്കിൽ അവർ ഉടനെ തന്നെ ഡിപ്പോർട്ട് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിക്കും. അപ്പോഴേക്കും നമ്മൾ കാര്യങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കി അങ്ങനെ പ്രൊസീഡ് ചെയ്യുക. പ്രത്യേകിച്ചും സെക്കൻഡ് കോഴ്സുകളൊക്കെയാണ് കുട്ടികൾ നോക്കുന്നതെങ്കിൽ നമ്മുടെ സേവനം സ്വീകരിക്കാവുന്നതാണ് തീർച്ചയായിട്ടും. ഇനിയിപ്പോൾ പോസ്റ്റ് ഗ്രാജുവേറ്റ്, വർക്ക് പെർമിറ്റ് കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുന്ന സ്ഥിതിക്ക് നല്ല കരിയർ ഗൈഡൻസ് സ്വീകരിച്ച് നിങ്ങൾക്ക് നല്ല ഡിസിഷനിലോട്ട് എത്തിച്ചേരാൻ സാധിക്കും. എന്ന് പറഞ്ഞ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോഴ്സ് ഡ്രോപ്പ് ചെയ്തിട്ട് അടുത്ത കോഴ്സ് എടുക്കുക എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. നല്ല പാത്ത് വേസ് നിങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അതോടൊപ്പം തന്നെ നാട്ടിൽ നിന്ന് സ്റ്റുഡൻസ് ആയിട്ട് കാനഡയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നല്ല റിസർച്ച് ചെയ്ത് സ്വന്തമായിട്ട് ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുക. അങ്ങനെ നമുക്ക് നമ്മുടെ ഭാവി ഭദ്രമാക്കാൻ സാധിക്കും. എങ്കിലും പ്രത്യേകിച്ചും പോളിസികളൊക്കെ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അത് എല്ലാവരും മനസ്സിലാക്കിയ ശേഷമേ ഉള്ളൂ ഒരു ഡിസിഷൻ എടുക്കാവുള്ളൂ. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ ഈ ആഴ്ചത്തെ വാർത്തകളും വിശേഷങ്ങളും. ഇനി നമുക്ക് വെള്ളിയാഴ്ചയുള്ള ലൈവ് സെഷനിൽ കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാവുന്നതാണ്. ഞാൻ കാണുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് അപ്ഡേറ്റ് ചെയ്യുന്നേ ഉള്ളൂ. പിന്നെ ലിങ്ക്സൊക്കെ താഴെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ വായിച്ച് തന്നെ മനസ്സിലാക്കിയെടുക്കുമല്ലോ. പിന്നെ നമുക്ക് അടുത്ത ഞായറാഴ്ച കൂടുതൽ അപ്ഡേറ്റ്സ് അടങ്ങുന്ന പ്രധാന വാർത്തകളുണ്ടാവും. അത് കാരണം എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിരിക്കുക. അതോടൊപ്പം തന്നെ ലൈവ് സെഷനിൽ എല്ലാവരും വരിക. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.